ഇന്നത്തെ പ്രഭാതം എല്ലാവർക്കും ധന്യമാവട്ടെ. രാവിലെ ചായയായി. സാമ്പാറിൻ്റെ അടുപ്പത്തെ എല്ലാ കഷ്ണവും കൂടെ ചേർത്ത് വെച്ചിട്ടുണ്ട്. എല്ലാ കഷ്ണവും ഉണ്ട്, ഇതിനകത്തില്ലാത്ത കഷ്ണമൊന്നുമില്ല. പച്ചക്കറി ഇന്നെല്ലാം തീർന്നു. ഇന്ന് പച്ചക്കറിക്കാരൻ വരും. അപ്പോൾ ഉള്ള പച്ചക്കറി എല്ലാം കൂടെ അങ്ങോട്ട് വാരിയിട്ട് വെജിറ്റബിൾ ട്രേ ഒക്കെ കാലിയാക്കി ഇനി അതൊക്കെ തുടച്ച് വെക്കണം അവൻ വരുമ്പോഴത്തേക്ക്. ഇങ്ങനെ 2-3 ദിവസത്തേക്കും കൂടെ ഉണ്ട് മാവ്. അത് കാരണം ഇനി എന്നും ഇഡലി തന്നെയാണ്. അവിടെ ഇന്ന് വേഗട്ടെ. ഇവിടെ സാമ്പാറിൻ്റെ കഷ്ണം അടുപ്പത്തിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ല, എല്ലാ കഷ്ണവും കൂടെ വാരിയിട്ടു. എല്ലാ കഷ്ണവും കൂടെ അങ്ങോട്ട്, കുറച്ച് കഷ്ണമേ ഉള്ളായിരുന്നു. പക്ഷേ എല്ലാ കഷ്ണത്തിൻ്റെ കുറേശ്ശെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, കുറേ ഉണ്ടായിരുന്നതിനെ മുഴുവൻ അങ്ങോട്ട് ഇട്ടു. എന്നിട്ട് നടക്കാൻ പോയപ്പോൾ ഒരു പിടി തഴുതാമ കിട്ടി. തഴുതാമയുടെ അല്ല, ഒരു പിടിയുള്ളൂ, ഒരു തോരന് തികയില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഈ സാമ്പാറിൻ്റെ കഷ്ണത്തിലേക്ക് അതും കൂടെ അങ്ങ് ഇട്ടു. അതിൻ്റെ ഗുണം അതിൽ ഇറങ്ങട്ടെ. തഴുതാമ ഒരുപാട് ഗുണമുള്ളതാണ്. ഇന്നത്തെ കുട്ടികൾക്ക്, ഇന്നത്തെ ആർക്കും അത് അറിഞ്ഞുകൂടാ. കുറച്ചേ ഉള്ളൂ. ഇതാണ് തഴുതാമ. എന്താ, കുറച്ചേ ഉള്ളായിരുന്നു. ഇതൊരു തോരന് തികയില്ല. അപ്പം ഞാൻ ഇതാണ് അതിൻ്റെ ഇല, തഴുതാമയില. അപ്പോൾ ഒരു പിടിയേ കിട്ടിയുള്ളൂ, വളരെ ഒരു പിടിയേ കിട്ടിയുള്ളൂ. അപ്പം ഞാനത് ഇത് നിങ്ങളെ കാണിക്കാനായിട്ടത് അടത്തിയില്ല. അപ്പോൾ ഈ തഴുതാമയില ഒരുപാട് പോഷക സമൃദ്ധമാണ്. പോഷകം മാത്രമല്ല, വളരെയധികം മെഡിക്കൽ വാല്യൂ ഉണ്ട്. നമുക്ക് യൂറിനറി ഇൻഫെക്ഷന്, ഈ സംബന്ധമായ അസുഖങ്ങൾക്ക് ഒക്കെ ഈ തഴുതാമയിട്ട് വെള്ളം തിളപ്പിച്ച് ഒരു 3-4 പ്രാവശ്യം കുടിച്ചാൽ വളരെ ആശ്വാസം കിട്ടും. ഇതൊക്കെ ഞങ്ങൾ പഴയ ആളുകൾ പണ്ടുകാലം മുതലേ ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് പുതിയ തലമുറ ഒരുപക്ഷെ ഇത് കേൾക്കുമ്പോൾ ഒരു പുച്ഛമായിരിക്കും. പക്ഷെ കുട്ടികളെ, ഇതൊക്കെ പണ്ട് കാലം മുതലേ നമ്മൾ ഉപയോഗിക്കുന്ന നാട്ടു ചികിത്സകളും വീട്ടു ചികിത്സകളുമാണ്. ഇതാ തഴുതാമ. ഈ തഴുതാമയില തോരൻ വയ്ക്കാൻ നല്ലതാണ്. ഇന്ന് കിട്ടാനില്ലെന്ന്, ഞാൻ കുറച്ച് ദൂരം നടന്നു. അപ്പം നടക്കാൻ പറ്റുന്നുണ്ട് കുറേശ്ശെ, ഒരു ബാലൻസ് പോകുന്ന ഇവിടുന്ന്. കുറച്ച് ദൂരം നടന്നപ്പോൾ റോഡ് സൈഡിൽ നിന്നതാണ് ഈ തഴുതാമ. അത് ഞാൻ ഒരു പിടി കയ്യിൽ തന്നെ പറിച്ചുകൊണ്ട് പോന്നു. നോക്കുമ്പോൾ തോരനില്ല, 2 ഉള്ളി കൂടെ ഒക്കെ ചേർത്താൽ. പക്ഷേ പറിച്ചുകൊണ്ട് വന്നപ്പോൾ തികയില്ലെങ്കിൽ അത് കളയാൻ തോന്നിയില്ല. ഔഷധ ഗുണമുണ്ടല്ലോ. അപ്പോഴത് എല്ലാ പച്ചക്കറികളും കൂടി ഇട്ടിരിക്കുന്ന സാമ്പാറിൻ്റെ കഷ്ണം ഒരു സ്പൂൺ വന്നു. എല്ലാം കൂടെ അങ്ങോട്ട് കഴുകി വാരി ചടപടയെന്ന് അങ്ങോട്ട് അരിഞ്ഞു. വലിയ രൂപഗുണങ്ങളൊന്നും ഇല്ല, വലിയ ഷേപ്പും ആകൃതിയൊന്നുമില്ല. കഴുകി വാരിയിട്ട് കട്ടിംഗ് ബോർഡിലോട്ട് വെച്ചിട്ട് ചടചടയെ അങ്ങോട്ട് മുറിച്ചിട്ട് അങ്ങോട്ട് ഇട്ടു. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഒരിത്തിരി തക്കാളി 2 ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരിത്തിരി പുളിയും കൂടെ അതിലോട്ട് തന്നെ ഇട്ടു. എന്നിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉരുവാപ്പൊടി, കായപ്പൊടി ഇല്ല അതിലേക്ക് 2ആയി. ഇനി ഒരു 4 സ്റ്റീം കൂടെ പറ്റും, നല്ലോണം വെന്തോട്ടെ. ഇനി അത് പുളിയൊന്നും വേണ്ട. ഇനി മിക്സ് ചെയ്ത് പിന്നെ അതിലോട്ട് ഒരല്പം സാമ്പാർ പൊടി ഇട്ട്, ലേശം ഇതിനകത്ത് മുളക് പൊടിയും മല്ലിപ്പൊടിയും കായപ്പൊടിയും എല്ലാം ഉണ്ടല്ലോ, അല്പം സാമ്പാർ പൊടിയും കൂടി ഇട്ട് ഒന്ന് കടുക് താളിക്കും. നല്ല സാമ്പാറാണ്. ഈ തട്ടിക്കൂട്ട് സാമ്പാറുകളാണ് കുട്ടികളെ രുചി. കാരണം പെട്ടെന്ന് നമ്മൾ തട്ടിക്കൂട്ടി ചെയ്യുന്ന കറികളൊക്കെ നമ്മൾ വളരെ സമയമെടുത്ത് ചെയ്യുന്ന വിഭവങ്ങളെക്കാളും നല്ലതായിരിക്കും. അപ്പം ഇഡലി അടുപ്പത്ത് കിടന്ന് വേകുന്നു. സാധാരണഗതിയിൽ പിന്നെ സാമ്പാർ അപ്പുറത്തുണ്ട് കേട്ടോ. ഇവിടെ ഈ ഇഡ്ഡലി പാത്രം കാരണം സാമ്പാർ കാണാതെ.
ജീരകവെള്ളം തിളപ്പിച്ച് വെച്ചു. സാധാരണഗതിയിൽ നമ്മൾ സ്കൂൾ തുറക്കുന്ന ദിവസമാണ് മഴ. അതായത് ഇത്തവണ അതുണ്ടായില്ല. ഇന്നലെ തുറന്നു. ഇന്ന് ഞാൻ നടന്നു വന്നപ്പോഴത്തേക്ക് മഴ തുടങ്ങി. അപ്പോൾ നമുക്ക് രാവിലെ തട്ടിക്കൂട്ടി സാമ്പാറും ഇഡ്ഡലിയും വേണം. നിങ്ങൾക്കൊക്കെ എന്തൊക്കെയാണോ ഇന്നത്തെ വിഭവങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഒരു സുപ്രഭാതം പറയുന്നതിന് വേണ്ടിയാണ് ടീച്ചർ വന്നത്. നിങ്ങൾക്കെല്ലാവർക്കും സുഖവും സമാധാനവും കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. സുഖവും സമാധാനവും കിട്ടുന്നതിന് വേണ്ടി നമ്മുടെ പക്ഷത്തു നിന്നും ചില ജാഗ്രതകളൊക്കെ വേണം. നമ്മളെ ദുഃഖിപ്പിക്കാനും സങ്കടപ്പെടുത്താനുമായിട്ട് നമുക്ക് ഒരുപാട് ആളുകൾ ഉണ്ടാവും. സങ്കടപ്പെടുത്താനുള്ളവരെക്കാട്ട് കൂടുതൽ സങ്കടപ്പെടുത്താനായിരിക്കും ആളുകൾ ഉണ്ടാവുക. അപ്പം നമ്മൾ ജാഗ്രതയോടെ ഇരുന്നിട്ട് അതിലേത് നമ്മൾ സ്വീകരിക്കണം, ഏത് ഉപേക്ഷിക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നത് നമ്മളാണ്, അല്ലേ? അപ്പോൾ നിങ്ങൾ എല്ലാവരും നല്ല മനസ്സിൻ്റെ ഉടമകളായി നമുക്ക് മാനസിക ആരോഗ്യം ഉണ്ടാകുക എന്നുള്ളത് നമുക്ക് നല്ലൊരു ആരോഗ്യമുള്ള ശരീരമാണെങ്കിലേ നമുക്ക് ഒരു ആരോഗ്യമുള്ള മനസ്സും ഉണ്ടാവുള്ളൂ. സൗണ്ട് മൈൻഡിനെ സൗണ്ട് ബോഡി എന്നല്ലേ. അപ്പോൾ മഴക്കാലത്ത് നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക, അസുഖങ്ങളൊന്നും വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ വീട്ടിലിരുന്നുകൊണ്ടായാലും ചെയ്യാവുന്ന എക്സസൈസുകളൊക്കെ ചെയ്യുക. മഴയൊക്കെ ഒരുപാട് ദൂരെയൊന്നും ഇറങ്ങിപ്പോകാതെ മോർണിംഗ് വാക്കൊക്കെ കുറച്ചിട്ട് വീട്ടിലിരുന്ന് ചെയ്യാവുന്ന എക്സസൈസുകളൊക്കെ നിങ്ങൾ ചെയ്യുക. ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ആ കൂട്ടാൻ്റെ സ്റ്റീം വന്നപ്പോഴേ അതിനകത്തുനിന്ന് പിന്നെ എരിവും മുളകും എല്ലാം കൂടെ നമ്മുടെ മൂക്കിലേക്ക് തുളച്ച് കയറി. അതാണ് ഇങ്ങനെ തുമ്മിയത്. അങ്ങനെ തുമ്മലും ചീറ്റലും. അപ്പോൾ എനിക്ക് നിങ്ങളോടൊരു കാര്യം ഓർമ്മ വന്നേ. നമുക്ക് നിരന്തരമായിട്ട് കുട്ടികൾക്കായാലും നമുക്കായാലും ഒരു തുമ്മൽ വരുമല്ലോ, കണ്ടിന്യൂസ് തുമ്മൽ. ഒന്നോ രണ്ടോ തുമ്മുന്നതല്ല, കണ്ടിന്യൂസ് ആയിട്ട് തുമ്മൽ വന്നാൽ ഞാൻ നിങ്ങളോടൊരു മാർഗം പറഞ്ഞുതരാം. ഒരു ടിപ്പ്, ഒരു ഹോം റെമഡി, ഒരു വീട്ടു വൈദ്യം. പണ്ട് നമുക്കൊക്കെ നമ്മുടെ പൂർവ്വികർ ചെയ്തു തന്നിരുന്നത്. കുറച്ച് തേനെടുക്കുക. കുറച്ച് തേനെടുത്ത് അതിലേക്ക് തേൻ എത്ര എടുക്കുന്നോ അതിൻ്റെ 1/4 ഭാഗം, നമ്മൾ അളവിനനുസരിച്ച് തേനെടുക്കുമല്ലോ, തേൻ എത്ര എടുക്കുന്നോ അതിൻ്റെ 1/4 ഭാഗം നമ്മൾ മഞ്ഞൾപ്പൊടി, ശുദ്ധമായ മഞ്ഞൾപ്പൊടി കിട്ടിയാൽ വലിയ കാര്യം. നമ്മുടെ വീട്ടിലൊക്കെ പൊടിച്ചതാണെങ്കിൽ അത് ഉത്തമം. എല്ലാവർക്കും ഇപ്പം മഞ്ഞൾ, പ്രത്യേകിച്ച് മഞ്ഞൾ വീട്ടിലൊന്നും പൊടിക്കാൻ ബുദ്ധിമുട്ടല്ലേ. എനിക്ക് കഴിഞ്ഞതുകൊണ്ട് എൻ്റെ മോള് വന്നപ്പോൾ, കരിമോള് കുട്ടി വന്നപ്പോൾ അവർക്ക് മഞ്ഞൾ കൃഷിയൊക്കെ ഉണ്ട്. അപ്പോൾ അവർ തന്നെ അവളുടെ അമ്മ വൃത്തിയാക്കി പൊടിച്ച് കൊടുത്തു വിട്ടതാണ്. അതുകൊണ്ട് കുറച്ചും കൂടെ ഉണ്ട് ഇനി. അപ്പോൾ തേനിനകത്ത് തേൻ എത്ര എടുക്കുന്നു അതിൻ്റെ 1/4 ഭാഗം മഞ്ഞൾപ്പൊടി ഇട്ട് മിക്സ് ചെയ്ത് ഒരു കുപ്പിയിൽ ഒഴിച്ചു വയ്ക്കുക. പ്ലാസ്റ്റിക് ബോട്ടിലിൽ ഒഴിച്ചാൽ അതിൻ്റെ ഗുണം കുറയും. ചില്ലു ബോട്ടിലിൽ തന്നെ മിക്സ് ചെയ്ത് വയ്ക്കുക. ദിവസം രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ഓരോ സ്പൂൺ അത് കഴിക്കുക. കുട്ടികൾക്കാണെങ്കിൽ കൊടുക്കുക. ആർക്കാണ് ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ അവർക്ക് കൊടുക്കുക. അപ്പോൾ തേനും മഞ്ഞൾപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ മിശ്രിതം, ആ കൂട്ട് നിരന്തരം തുമ്മലുള്ളവർക്ക് കൊടുക്കൂ. ഒരു 10-15 ദിവസം കൊണ്ട് പൂർണ്ണമായിട്ടും അത് മാറും. ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് മാഷക്ക് തുമ്മലായിരുന്നു. ചെറിയ മകൻ്റെ പേരക്കുട്ടിക്ക് തുമ്മലായിരുന്നു. ഞാൻ ദിവസം അത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നു. മാഷെ കൊണ്ട് അങ്ങോട്ട് വിശ്വസിപ്പിക്കാനും കഴിപ്പിക്കാനും ഒക്കെ കുറച്ച് പാടുപെട്ടു. എന്നാലും കൊടുത്തു. അത് കഴിച്ചു. പൂർണ്ണമായിട്ടും പോയി. ഇപ്പം മാഷ് പറയുന്നത് നല്ലൊരു റെമഡി ആയിരുന്നു എന്ന്. ആദ്യം നമ്മൾ കൊണ്ട് കൊടുക്കുമ്പോൾ വിലയില്ലല്ലോ അല്ലേ. അങ്ങനെ അപ്പം നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് തുമ്മൽ വരികയാണെങ്കിൽ, അലർജി സംബന്ധമായ തുമ്മലാണെങ്കിലും ശരി, നിങ്ങൾ തേനും മഞ്ഞൾപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് ഓരോ സ്പൂണ്, അത് തേൻ എത്രയുണ്ടോ അതിൻ്റെ 1/4 ഭാഗം മതി മഞ്ഞൾപ്പൊടി. അങ്ങനെ നിങ്ങൾ ചെയ്യൂ. നിങ്ങളെ തുമ്മൽ പമ്പ കിടക്കും.
ഇന്നെനിക്കിതാണ് ടിപ്പ് പറയാനുള്ളത് നിങ്ങളോട്. എല്ലാവരും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ സരസ്വതി ടീച്ചർ, സരസ്വതി സരയു. ലോക സമസ്ത സുഖിനോ ഭവന്തു. എല്ലാവർക്കും സുഖവും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കുഞ്ഞു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യട്ടെ. താങ്ക് യു സോ മച്ച്.